വാങ്ങിച്ചപ്പോൾ ഒരു ചെറിയ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. അതെ, ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല, അകത്ത് ഈ സാധനം ഇതാണെന്ന് കരുതാം ഇൻസ്ട്രുമെന്റ്, അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? ഒരു പേപ്പറില്ല, പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ. അപ്പൊ എനിക്കറിയില്ല. അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും കണ്ടത്. അതെ, ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നോ? അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോ അല്ലെ? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ, ഇന്നലത്തെ പരിശോധനയിൽ. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം. മൂന്നാമത്തെ പരിശോധന ആണ്. അതെനിക്ക് അറിയുന്ന എങ്ങനെയാടോ? അതിലല്ലേ നമുക്ക് വിശദിക്കാം. CCTV നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധനകൾ നടത്തേണ്ടിയിരുന്നു. അതിന്റെ അത് CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ശ്രീജു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അതിന് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അതെ എന്ന് ഞങ്ങൾ കാണുന്നതായിട്ട് തോന്നുന്നു. ആ CCTV അത് നോക്കണം, അത് നോക്കണം. അല്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാഡം. അല്ല, സുരക്ഷ നമ്മള് ഒരു HODയുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ അല്ല, അത് CCTVയിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിന് പരിശോധിക്കേണ്ടതാണ്. ഒരു വ്യക്തി അല്ല, അതറിയില്ല. ഒന്നാമത് CCTV കംപ്ലീറ്റ് ക്ലിയർ ആവണമെന്നില്ല. മൊത്തം എടുക്കണം, എടുത്തു കഴിഞ്ഞ ശേഷം നമ്മളൊരു അസ്വാഭാവികമായ CCTV കിട്ടിയാൽ നമ്മൾ നോക്കുന്നത് അതിന്റെ സമയവും ഈ സമയമായിട്ട് നമ്മൾ നോക്കിയില്ല എന്നാണ്. അല്ല, സമയമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിന്റെ വീണ്ടും ഇത് ഞാൻ ഇന്ന് പറഞ്ഞ മാതിരി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതിന്റെ ടൈമും കാര്യങ്ങൾ ക്ലാരിറ്റി വന്നിട്ടില്ല. ഇല്ല 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 ആ ഇല്ല, ചെയ്തിട്ടില്ല. അത് ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ല. അല്ല, ആ സാധനങ്ങളൊക്കെ നോക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്ര പെട്ടെന്ന് പലരും വിളിച്ചു, വളരെ ആംഗ്വിഷ്. അപ്പൊ അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുക എന്നുള്ളതാണ് പ്രസ് മീറ്റിൽ ഉദ്ദേശിച്ചുള്ളൂ. അതെങ്ങനെ മാഡത്തിന് ഇന്റർപ്രിറ്റ് ചെയ്യാം? അല്ല, നമ്മളത് ക്ലാരിറ്റി വെച്ച് നോക്കണം. ഫുൾ വീഡിയോ നോക്കിയാലേ അറിയുള്ളൂ. ആ റൂമിനകത്ത് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ആ റൂമിനകത്ത് ഇടയ്ക്ക് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട്. അതിന് ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി പരിശോധിച്ചാലേ കൃത്യമായി എനിക്കറിയാം. അല്ല, അത് കാണില്ല, കാണുന്നില്ല. അല്ല, ബ്രേക്ക് ചെയ്തായിട്ട് കാണുന്നില്ല. പറയുന്നത് അദ്ദേഹത്തിന്റെ റൂമിന്റെ പുറകുവശം സ്ലൈഡിംഗ് ഗ്ലാസ് ആണ്. ആർക്ക് വേണമെങ്കിലും കയറാം. CCTV ഇല്ല, സുരക്ഷിതത്വം ഒന്നുമില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് അവിടുത്തെ ഫയലുകളും ഈ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച കുറിപ്പുണ്ട്. ഡോക്ടർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു എത്തിച്ചു തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം നിലനിൽക്കേ ആ SSBയുടെ ചുറ്റും CCTV ഉണ്ട്. അവിടെ ആര് കയറിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു 110ഓളം 103ഓളം CCTVകളുണ്ട്. ഇതെല്ലാം വെരിഫൈ ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, അത്രയും സമയം എടുക്കും. ഇത്രയും സമയത്ത് ഒരു ദിവസത്തെ ഫുൾ ഇരുന്ന് നോക്കണം. അത് അവർ ക്ലാരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. കഴിഞ്ഞ വർഷമാണ് നമുക്കിത് വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ഏപ്രിൽ 2024 കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുക. ആണ്. അതെ, ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. അത് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. യൂറോളജി എക്സ്പെർട്ട് യൂറോളജി ആരെങ്കിലും വന്നാലേ അവർ ഇത് ഉപയോഗിച്ചാണോ ഇല്ല. ഡോക്ടർ ഹാരിസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതല ഡോക്ടർ ടോണി തോമസിന്റെ കയ്യിലോ ഉണ്ടാവും. അവരറിയാതെ ഈ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല. ഷിജു, അതൊക്കെ അത് അവരോട് സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്തിട്ടിരിക്കുന്നു. ആദ്യം നമ്മുടെ ഈ കാര്യം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ആരെങ്കിലും കയറിയിട്ടുണ്ടോ, അത് എന്നുള്ളത്, ആരാണ് കയറിയത്. അപ്പൊ ഇതിന്
ഇനി നമ്മൾ ഫർദർ ആയിട്ട് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മണിക്കൂറോളം എടുക്കും, 24 മണിക്കൂറെങ്കിലും എടുക്കും. ഇതാണ് കമ്മിറ്റി തന്നിട്ടുള്ള കടലാസ്. അങ്ങനെ ഡോക്ടർ ടോണി പറഞ്ഞിട്ടില്ല. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഒരു എച്ച്ഒഡിയുടെ മുറിയിൽ ഒരാൾ അതിക്രമിച്ച് കയറി ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ ലളിതമായി ഇത് വലിയ പ്രശ്നമില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. ഇത്രയും സമയം എടുക്കും. ഇത്രയും 103 ക്യാമറ പരിശോധിച്ചിട്ട് 24 മണിക്കൂർ അത്ര എളുപ്പമല്ല. അതിന് അത്രയും ടൈം എടുക്കും. ഈ നാട്ടില് പോലീസ് എന്ന സംവിധാനമുണ്ട്. ഇതിനെക്കാട്ടി വലിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയ പോലീസാണ്. നിങ്ങൾ കേരള പോലീസ് വിശ്വാസമില്ലേ? അങ്ങനെയൊന്നും ഇതില്ല മാഡം, അങ്ങനെയല്ല. ഇതിന്റെ ഒരു സമയത്തിന് നമുക്ക് നോക്കണം. ഇത് ഇന്ന് രാവിലെ പെട്ടെന്ന് അല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരിനോടാണ്. ഇതാണ് ഇതിന്റെ ഞാൻ നേരത്തെ കാണിച്ച ഇത് എൻക്വയറി റിപ്പോർട്ട്. ഇല്ല, ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. എൻക്വയറി റിപ്പോർട്ട് ഇതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇല്ല, അറിയിച്ചു. എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണ്ടേ ആ സമയത്തല്ലേ നമ്മൾ എഴുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവം കാണുന്നു. അങ്ങനെ പറയാൻ അറിയില്ല മോനെ, സാധനം അവിടെ ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പ്രവീണ് പറഞ്ഞ മാതിരി നമുക്ക് അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്, അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി has inquired about the tissue mass. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund, which was allegedly missing from the department. HOD has agreed it is partly missing, and however it is not a machine constantly used. These are the reports by അതെ, അങ്ങനെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വന്നേക്കുന്നതേ. അതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. ഏത് സാധനം? അല്ല, മോസിലോസ്കോപ്പ് ഞാൻ കണ്ടത് കഴിഞ്ഞ മിനിഞ്ഞാന്നാണ്, ബുധനാഴ്ച. അപ്പോഴാണ് ഒരു മെഷീൻ അവിടെ ഉണ്ട്. ഒരു മെഷീൻ അവിടെ ഉണ്ട്. അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ. ഈ മോസിലോസ്കോപ്പ് ആണെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ ഇതിനൊരു എൻക്വയറി വന്നിട്ടുണ്ട്. ആ എൻക്വയറിക്ക് ഫോട്ടോ സഹിതം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മോസിലോസ്കോപ്പിന്റെ ഫുൾ മെഷീന്റെ ഫോട്ടോ സഹിതം കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ സാധനം കാണുന്നില്ല. വേണേ വെരിഫൈ ചെയ്യാം. പുതിയതായി കണ്ടെത്തിയ സാധനം അന്ന് കൊടുത്തതിൽ അതിൽ കാണുന്നില്ല. ഒന്നും കൂടി ക്ലാരിറ്റി വെച്ച് വേണമെങ്കിൽ നോക്കാം. അതറിയില്ല, ചിലപ്പോ വേറെ എവിടെയെങ്കിലും മാറിയിരുന്നതായിരിക്കാം. അത് പറയാൻ പറ്റില്ല. ഷിജു MP അല്ല, മാച്ചിങ് അല്ല. ഈ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റില് അതിന്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടില്ല, പഴയതില്. അതെ, ഇതൊക്കെ അത് എടുത്തു വെക്കാം. എന്താ പറ്റിയെന്ന് അറിയില്ല. ആ സാധനം, ആ ഫോട്ടോ MPസിന്റെ ഫണ്ട് വെച്ച് നമ്മൾ എന്ത് വാങ്ങിയാലും അത് അതിന്റെ റിപ്പോർട്ട് ചെയ്യണം. ഒരു ഫോട്ടോ എടുത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് അതിലില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അവൈലബിൾ അല്ല, ആ ഫോട്ടോയിൽ കണ്ടില്ല. അപ്പൊ ഇതിൽ അത്ര ഒരു വിവാദത്തിന്റെ കാര്യം അതിലില്ല.